ആ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനോടുള്ളൊരു ചെറിയൊരു കറി. ഓക്കെ. അപ്പോൾ ഞാൻ ഷാജി മാമൻ, തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ രുചിക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഉണക്ക ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കുന്ന നാട്ടിൽ നിന്ന് പറഞ്ഞ ഉണക്ക ചെമ്മീനാണ്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വേറെ കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ചെയ്യുന്നു. ഓക്കെ. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില, കുറച്ച് വറ്റൽമുളക്, 4 പീസ് വറ്റൽമുളക്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരും അതിൻ്റെ എരിവുകളും കൂടി മിക്സഡാണ് രണ്ടും കൂടിയിട്ടുള്ളത്. ഒരു 4 അല്ലി കുടംപുളി, പാകത്തിന് 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ. ഇത് വെച്ചിട്ട് പാകം ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അത് കാണിക്കാം. ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരു കറി. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണത്. പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ ഇടുന്നു. ഒരു 3 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുടംപുളി, 2 സ്പൂണ് വരണി മല്ലിപ്പൊടി ഇട്ടാൽ 1 സ്പൂണ് വീതം ഉപ്പും മഞ്ഞൾപ്പൊടി. ഓക്കെ. മാറ്റി വെച്ച് അതിന് ശേഷം നമ്മുടെ ഇതും ഇടുന്നത് ഈ തക്കാളി ഇടണം. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റിയ സാധനം. ഓക്കെ. അങ്ങനെ തിളപ്പിക്കുക. അത്രയൊന്നുമില്ല, തിളപ്പിച്ച് ഒന്നുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് വറ്റി വരുന്ന സമയത്ത്, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് പോരുന്ന സമയത്ത് നമുക്ക് ഉണക്ക ചെമ്മീനിട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ. നന്നായി തീ കത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ് അത്. ഓക്കെ. ഇതിലേക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയുടെ ഒരു കഷ്ണം നല്ലതാണ്. ഞാൻ കുടംപുളി മാത്രം ഇട്ടിട്ടുള്ളൂ. ഓക്കെ. പച്ചമുളകിന് പകരം മറ്റേ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇടുമ്പോൾ പച്ചമുളക് ഇടാം. ഓക്കെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാൽ നമ്മുടെ ഇത് ഉണക്ക ചെമ്മീൻ ഇടണം. ഉണക്ക ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് തിളയ്ക്കുക. അപ്പോൾ നന്നായി പിടിക്കണം ഇത്, എന്നാലും അതിൻ്റെ സ്മെല്ലൊക്കെ വരുള്ളൂ. ഓക്കെ. ഉണക്ക ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു രസമാണ്. ചാറ് മാത്രം മതി കൂട്ടി കഴിക്കാനായിട്ട്. ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2-4 മിനിറ്റ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ തൂവുക, ഇറക്കുക. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒന്നും നോക്കാം, തുറന്ന് നോക്കാം. വാ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. ഞാനൊന്ന് നോക്കാം എങ്ങനെ കട്ടി. അത് പാകാം, അത്ര മതി കട്ടി മതി. ഓക്കെ. ഇത് ചോറിലേക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ്. ഇതിൽ നമ്മൾ കുറച്ച് വേപ്പലും കൂടി. ഓക്കെ. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പാരി ഇറക്കാം. ഓക്കെ. ഓക്കെ, സൂപ്പർ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. സംഗതി റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുക വേണ്ടല്ലോ.